Fari's life. ഹായ് ഫ്രണ്ട്സ്, വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഏകദേശം എല്ലാ സ്ത്രീകൾക്കും അറിയാവുന്ന മിക്ക കാര്യങ്ങളും തന്നെയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയതായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക. വീഡിയോയിലേക്ക് പോവാം. മഴക്കാലമായതിനാൽ ഈച്ചകളും പ്രാണികളും ധാരാളമായി നമ്മുടെ വീടിനെ ആക്രമിക്കാറുണ്ട്. അപ്പോൾ ഇവയിൽ നിന്ന് സംരക്ഷണം നേടേണ്ടത് അത്യാവശ്യമായ ഒരു ഘടകമായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇവയിൽ നിന്ന് നമ്മൾ എങ്ങനെ സുരക്ഷിതരാവും എന്നതിനെക്കുറിച്ചുള്ള ഒരു ടിപ്സാണ് ഞാൻ ആദ്യമായി നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ പോകുന്നത്. മണ്ണെണ്ണയാണ്. മണ്ണെണ്ണ ഉപയോഗിച്ച് നമുക്ക് തറ തുടക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇവയൊക്കെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താവുന്നതാണ്. ഇപ്പോൾ മഴക്കാലമായതിനാൽ ഇവയൊക്കെ ശല്യം വളരെയധികം കൂടുതലായിരിക്കും. ഇപ്പോൾ മണ്ണെണ്ണ ഉപയോഗിച്ച് നമ്മൾ തറ തുടച്ച് മാറ്റുകയാണെങ്കിൽ ഇവയുടെ ഒന്നും ആക്രമണം ഉണ്ടാകാതെ നമ്മുടെ വീടിനെ സംരക്ഷിക്കാൻ പറ്റുന്നതാണ്. രണ്ടാമതായിട്ടുള്ള ടിപ്സ് എന്ന് പറയുന്നത് പച്ചരി നമുക്ക് എത്രമാത്രം കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ്. നമ്മളിപ്പോൾ ഇഡലിയും ദോശയൊക്കെ റെഡിയാക്കണമെങ്കിൽ പച്ചരി അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പച്ചരി നമുക്ക് വളരെയധികം നാൾ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ വെയിലുള്ള സമയത്ത് നന്നായിട്ട് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം നമ്മൾ സൂക്ഷിക്കുക. മൂന്നാമതായി കറിവേപ്പിലയുടെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. കറിവേപ്പില വളരെയധികം നാൾ നമുക്ക് കേടുകൂടാതെ എങ്ങനെ സൂക്ഷിക്കാം എന്നതിനെക്കുറിച്ചാണ്. ഒരു ഗ്ലാസിൻ്റെ ജാറിൽ നല്ല ടൈറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ കറിവേപ്പില ഫ്രിഡ്ജിലോ അല്ലാതെ നമുക്ക് സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ അധിക ദിവസം നമുക്ക് കേടുകൂടാതെ നമുക്ക് കറികൾക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. നാലാമതായി വളരെയധികം നാൾ എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ടിപ്സാണ് അടുത്തതായിട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സോയാ സോസൊക്കെ വാങ്ങിക്കുമ്പോഴേക്കും അതിൻ്റെ മൂടി തുറക്കുമ്പോഴേ അതിന് മുകളിലായിട്ട് ഇത്തരത്തിലൊരു അടപ്പുണ്ടാവും. ആ അടപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് കളയാതെ അതിനൊരു ചെറിയൊരു ഹോൾ ഇട്ടിട്ട് ആ ഹോളിലൂടെ നമ്മൾ സോയാ സോസ് എടുത്ത് മുകൾ വശമുള്ള അടപ്പ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഫ്രിഡ്ജിലോ അല്ലാതെ സൂക്ഷിക്കുകയാണെങ്കിൽ വളരെയധികം നാൾ നമുക്ക് കേടുകൂടാതെ സോയാ സോസ് ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരത്തിൽ നമ്മൾ സോയാ സോസ് കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് പറയുന്നത് കാപ്പിപ്പൊടി എപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ഗ്ലാസ് ജാറുകൾ സൂക്ഷിക്കുക. ഗ്ലാസ് ജാറുകളിൽ സൂക്ഷിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ കാപ്പിപ്പൊടി കട്ടയാകാതെ കുറേ അധികം നാൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പ്ലാസ്റ്റിക് ടിന്നുകളിലോ മറ്റൊന്നും തന്നെ നമ്മൾ നമ്മുടെ കാപ്പിപ്പൊടി സൂക്ഷിക്കാതിരിക്കുക. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചു വെക്കുക. പിന്നീട് പറയുന്നത് പഞ്ചസാരയിൽ ഉറുമ്പ് കിടക്കാതിരിക്കാനായിട്ട് കുറച്ച് ഗ്രാമ്പു നമ്മൾ അതിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു എഫക്റ്റിൽ ഉറുമ്പ് ഇതിൽ കയറാതിരിക്കാൻ ഒരു പരിധി വരെ കാരണമാകും. ഇത്തരത്തിൽ നമുക്ക് പഞ്ചസാരയിൽ ഉറുമ്പ് കിടക്കാതെ സംരക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പഞ്ചസാരയുടെ ടിന്ന് നന്നായിട്ട് ഏതൊരു ടിന്നും നന്നായിട്ട് അടച്ചു വെക്കുക. പഞ്ചസാര ടിന്ന് പ്രത്യേകിച്ച് നന്നായി ടൈറ്റ് ചെയ്ത് അടച്ചു വെക്കുക. പിന്നീട് പറയുന്നത് പെരിഞ്ജീരകം ഇത്തരത്തിൽ പൂപ്പലടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ പെരിഞ്ജീരകം ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് പൂത്തു പോകാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിൽ പെരിഞ്ജീരകം, നല്ല ജീരകം ഇതുപോലുള്ള സാധനങ്ങളെല്ലാം തന്നെ എത്ര ടൈറ്റ് ചെയ്ത് അടച്ചു വെച്ചാലും ഇവയൊക്കെ പൂപ്പലടിച്ച് പോകുന്നതാണ്. അപ്പോൾ ഇവയൊക്കെ പൂപ്പലടിച്ച് പോകാതിരിക്കാനായിട്ട് നല്ലൊരു മാർഗമാണ് പെരിഞ്ജീരകവും നല്ല ജീരകവും ഒന്ന് നന്നായിട്ട് ചൂടാക്കി വറുത്ത് പൊടിച്ച് വെക്കുന്നതിലൂടെ വളരെയധികം നാൾ കേടുകൂടാതെ നമുക്ക് നല്ല ജീരകവും പെരിഞ്ജീരകവും ഉപയോഗിക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം പൂപ്പലടിച്ച് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇവ നന്നായിട്ട് വറുത്ത് പൊടിച്ച് വെക്കുക. അടുത്തതായി പറയുന്നത് മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും കാര്യമാണ്. മുളകും മല്ലിയൊക്കെ നമ്മുടെ വീടുകളിൽ തന്നെ ഉണക്കിയിട്ട് പൊടിപ്പിച്ചെടുക്കുകയാണെങ്കിൽ അവ വളരെയധികം നാൾ കേടുകൂടാതിരിക്കാനായിട്ട് അവ വറുത്ത് വെക്കുന്നതിലൂടെ പൂപ്പലടിക്കാതിരിക്കുകയും അതോടൊപ്പം തന്നെ കട്ടയാവാതിരിക്കാനും ഒക്കെ നമ്മൾ സഹായിക്കുന്നതാണ്.
നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള മുളക് പൊടി, മല്ലിപ്പൊടി ഇവയൊക്കെ ഒന്ന് നന്നായിട്ട് വറുത്ത് വെക്കുക. ഇത്തരത്തിൽ ചൂടാക്കി വെക്കുന്നതിലൂടെ ഇവയൊക്കെ കേടുകൂടാതെ കുറേ അധികം നാൾ ഇരിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നതാണ്. അടുത്തതായിട്ട് കുറച്ചധികം നാൾ എങ്ങനെ പച്ചമുളക് നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാം എന്നതിനെക്കുറിച്ചാണ്. പച്ചമുളകിനെ വെള്ളത്തെ ആ ഞെട്ട് അടർത്തിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലോ അല്ലാതെയോ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് അധികം നാൾ നമുക്ക് പച്ചമുളക് സൂക്ഷിക്കാവുന്നതാണ്. പിന്നീട് പറയുന്നത് കറിച്ചട്ടികളെ കുറിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരു കാരണവശാലും ആദ്യം വാങ്ങിക്കുമ്പോൾ കറുപ്പ് കളറുള്ള കറിച്ചട്ടി വാങ്ങിക്കാതിരിക്കുക. നോർമലായിട്ട് നമ്മൾ മുമ്പൊക്കെ വാങ്ങിക്കുന്ന ഇത്തരത്തിലുള്ള കറിച്ചട്ടികൾ തന്നെ വാങ്ങിക്കുക. എന്നിട്ട് ഇവ പഴയ രീതിയിലുള്ള കറിച്ചട്ടികളാവാനായിട്ട് ഇതിൽ കൂടുതലായിട്ട് ഫുള്ളായിട്ട് കഞ്ഞിവെള്ളം ഒഴിക്കുക. അതിനുശേഷം നന്നായിട്ട് പറ്റിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ, പറ്റിച്ച് കഴുകി നന്നായിട്ട് എടുക്കുകയാണെങ്കിൽ ആ പഴയ കറിച്ചട്ടിയിൽ വെക്കുന്ന ടേസ്റ്റിന് കറികൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തതായി മീനിൻ്റെയും ഇറച്ചിയുടെയും അതേപോലെ തന്നെ സവോളയുടെയൊക്കെ മണമൊക്കെ നമുക്ക് മാറാനായിട്ട് ഒന്നെങ്കിൽ നാരങ്ങയോ ഇല്ലെങ്കിൽ ഇത്തരത്തിൽ പുതിനയോ നന്നായിട്ട് കയ്യിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഇവയുടെയൊക്കെ മണം നന്നായിട്ട് മാറിക്കിട്ടുന്നതാണ്. അടുത്തതായി കുക്കറിൽ ചോറ് വെക്കുമ്പോൾ കലത്തിൽ വെച്ച് അതേ രീതിയിലുള്ള ചോറ് ലഭിക്കുന്നതിനായി കുക്കറിൽ ചോറ് വെന്തതിന് ശേഷം കുക്കറിലെ ചോറിലേക്ക് കൂടുതൽ വെള്ളം ഒഴിക്കുകയും 2 പ്രാവശ്യമായി അത് ഊറ്റിക്കളയുകയും ചെയ്യുക. അതിനുശേഷം കലത്തിലേക്ക് ചോറ് മാറ്റുകയും അത് നന്നായി വടിച്ചിടുകയും ചെയ്യുക. അത് കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ അത് ഉയർത്തി നോക്കുമ്പോൾ നമ്മുടെ കലത്തിൽ വെച്ച് അതേ രീതിയിലുള്ള നല്ല ചോറ് തന്നെ ലഭിക്കുന്നതായിരിക്കും. അടുത്തതായി പൊട്ടിച്ച തേങ്ങാമുറി നമുക്ക് എങ്ങനെ 2 ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ പൊട്ടിച്ച തേങ്ങാമുറിയിൽ കുറച്ച് അധികം ഉപ്പ് പുരട്ടിയതിന് ശേഷം നമ്മളത് കമഴ്ത്തി വെക്കുകയാണെങ്കിൽ 2 ദിവസത്തോളം അത് കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ചിക്കനും ബീഫുമൊക്കെ കഴുകുമ്പോൾ അതിലെ ബ്ലഡ് നന്നായി ഊറിപ്പോകാനായിട്ട് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത വെള്ളത്തിൽ നന്നായി കഴുകി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്കനും ബീഫുമൊക്കെ ബ്ലഡ് പോയി ക്ലീൻ ആയിരിക്കും. അതുപോലെ തന്നെ ബീഫും ചിക്കനും ഒക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുമ്പ് അതിനെ മസാല റെഡിയാക്കുന്നതിന് മുമ്പായിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ട് മസാല പുരട്ടി ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇവയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരാൻ സഹായിക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് വാഷ് ബേസിൻ നമ്മൾ അതിലേക്ക് ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ വാഷ് ബേസിനും അതുപോലെ സിങ്കൊക്കെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് ക്ലീൻ ആക്കാനായിട്ട് സോഡാപ്പൊടിയും വിനാഗിരിയും കുറച്ച് വെള്ളത്തിൽ ചേർത്ത് ഒഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് ബ്ലോക്കൊക്കെ മാറുന്നതായിരിക്കും. പിന്നീട് പറയാനുള്ളത് പഞ്ചസാരയും ഉപ്പും റവ ഇവയൊന്നും അടുത്തടുത്ത് വെക്കാതെ ഇവയെല്ലാം സെപ്പറേറ്റ് ആയിട്ട് മാറ്റി മാറ്റി വെക്കുക. ഇവയും ശ്രദ്ധിക്കുക. പഞ്ചസാരയും തേയിലയും ഒന്നിച്ച് വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അത്യാവശ്യ ഘട്ടങ്ങൾ ഇവയൊക്കെ മാറിപ്പോകാതിരിക്കാൻ ഇത്തരത്തിൽ ക്രമീകരിക്കുന്നത് നന്നായിരിക്കും. അടുത്ത ചവ്വരി പായസത്തിനൊക്കെ ചേർക്കുന്നതിന് മുമ്പ് ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഉപയോഗിക്കുക. അപ്പോൾ നന്നായിട്ട് അലിഞ്ഞ് പായസത്തിൽ ചേരുന്നതായിരിക്കും. എൻ്റെ ഈ പൊടിക്കൈകളെല്ലാം തന്നെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി ഇൻഷാല്ലാ ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക് യു.